ഏവം താവത് പ്രാകൃതപ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹി ആദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയഃ ത്വത്ത ഏവ ആപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. പ്രാകൃതപ്രക്ഷയാന്തേ മഹാപ്രളയാവസാനത്തിൽ ആദിമേ ഹി ആദ്യത്തേതായ ബ്രാഹ്മേ കൽപ്പേ ബ്രാഹ്മകൽപ്പത്തിൽ ഏവം താവത് ലബ്ധ ജന്മ ബ്രഹ്മ ഇപ്രകാരം ജന്മം ലഭിച്ച ബ്രഹ്മാവ് ഭൂയഃ ത്വത്തഃ ഏവ വീണ്ടും ഭഗവാനെ അങ്ങയിൽ നിന്നു തന്നെ വേദാൻ ആപ്യ വേദങ്ങളെ ലഭിച്ചിട്ട് പൂർവകൽപ്പോപമാനാം സൃഷ്ടിം ചക്രേ മുൻകൽപ്പത്തിലേതുപോലെയുള്ള സൃഷ്ടി ചെയ്തു. ഇങ്ങനെ മഹാപ്രളയത്തിന്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ വിഷ്ണുവിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് അങ്ങയിൽ നിന്ന് തന്നെ ചതുർവേദങ്ങൾ ഗ്രഹിച്ചിട്ട് പൂർവകൽപ്പത്തിൽ എപ്രകാരമായിരുന്നുവോ അപ്രകാരം തന്നെ ഈ കൽപ്പത്തിലും സൃഷ്ടിച്ചു. ഏവം താവത് പ്രാകൃതപ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മാ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ശ്ലോകം 2. സഹ അയം സോയം ചതുർയുഗ സഹസ്രം ഇതാനി അഹാനി താവന്മിതാഃ ച രജനീഃ ബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയം ആഹുഹു അതഃ അസ്യ രാത്രിം. സഹ അയം ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രമിതാനി അഹാനി 1000 ചതുർയുഗ കാലമാകുന്ന പകൽ സമയങ്ങളും താവന്മിതാഃ രജനീഃ ച അത്രയും രാത്രികാലങ്ങളും ബഹുശഃ നിനായ പല പ്രാവശ്യം നയിച്ചു. അസൗ സ്വസൃഷ്ടൈ സമം ഈ ബ്രഹ്മാവ് താൻ സൃഷ്ടിച്ച ലോകത്തോടുകൂടി ത്വയി നിലീയ നിദ്രാതി അങ്ങയിൽ ലയിച്ച് ഉറങ്ങുന്നു. അതഃ നൈമിത്തിക പ്രളയം അതുകൊണ്ട് നൈമിത്തിക പ്രളയത്തെ അസ്യ രാത്രിം ആഹുഹു ബ്രഹ്മാവിന്റെ രാത്രിയായിട്ട് വിദ്വാൻമാർ പറയുന്നു. ഈ ബ്രഹ്മാവ് 1000 ചതുർയുഗങ്ങളാൽ തിട്ടപ്പെടുത്തിയിരിക്കുന്ന പകലുകളെയും അത്രയും തന്നെ ദൈർഘ്യമുള്ള രാത്രികളെയും അനേകം പിന്നിട്ടു. അദ്ദേഹത്തിന്റെ രാത്രികളിൽ ബ്രഹ്മാവ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി ഭഗവാനെ അങ്ങയിൽ ലയിച്ച് ഉറങ്ങുന്നു. അതിനാൽ ബ്രഹ്മാവിന്റെ രാത്രികളെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു. സോയം ചതുർയുഗ സഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർബഹുശോ നിനായ നിദ്രാത്യസൗ ത്വയി നിലീയ സമം സ്വസൃഷ്ടൈഃ നൈമിത്തിക പ്രളയമാഹുരതോസ്യ രാത്രിം. ശ്ലോകം 3. അസ്മാദൃശാം പുനഃ അഹർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോതി അനുദിനം സഹ ഭവത് പ്രസാദാത് പ്രാഗ് ബ്രാഹ്മകൽപജനുഷാം ച പരായുഷാം തു സുപ്ത പ്രബോധന സമാഹ അസ്തി തദാ അപി സൃഷ്ടിഹി. സഹ പുനഃ ആ ബ്രഹ്മാവാകട്ടെ പിന്നീട് ഭവത് പ്രസാദാത് അവിടുത്തെ അനുഗ്രഹത്താൽ അനുദിനം എല്ലാ ദിനത്തിലും അസ്മാദൃശാം അഹർമുഖകൃത്യ തുല്യാം നമ്മെ പോലെയുള്ള ജനങ്ങൾ പ്രഭാതത്തിൽ ചെയ്യുന്ന സ്നാനാദി കൃത്യങ്ങളെ പോലെ സൃഷ്ടിം കരോതി ലോക സൃഷ്ടി കർമ്മം അനുഷ്ഠിക്കുന്നു. പ്രാഗ് മുമ്പ്
ബ്രാഹ്മകൽപ്പജനുഷാം, ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവരായിട്ടുള്ള, അതായത് നൈമിത്തിക പ്രളയത്തിൽ ബ്രഹ്മാവിൽ ലയിച്ച ചിരഞ്ജീവികൾക്കും, പരായുഷാം തു, ചിരഞ്ജീവികൾക്കും, തഥാ അപി സുപ്തപ്രബോധന സമാ സൃഷ്ടി അസ്തി, കൽപ്പ ആരംഭത്തിൽ ഉറങ്ങിയുണരുന്നതിനോട് തുല്യമായ സൃഷ്ടിക്രിയാവിശേഷം ഉണ്ട്. നാം നിത്യവും പ്രഭാതത്തിൽ ദിനകൃത്യങ്ങൾ ആരംഭിക്കാറുള്ളതുപോലെ ബ്രഹ്മാവ് തൻ്റെ ഓരോ ദിവസത്തിൻ്റെയും ആരംഭത്തിൽ ഭവത് പ്രസാദം കാരണം സൃഷ്ടികർമ്മത്തെ ചെയ്യുന്നു. എന്നാൽ പണ്ട് ബ്രഹ്മകൽപ്പത്തിൻ്റെ ആദ്യം ജനിച്ചിരിക്കുന്നവർക്കും ചിരഞ്ജീവികളായ മാർക്കണ്ഡേയാദികൾക്കും നൈമിത്തിക പ്രളയത്തിന്റെ അവസാനത്തിലുള്ള സൃഷ്ടി ഉറങ്ങിയുണർന്നതിന് തുല്യം ഭൂതകാല ബോധത്തോടുകൂടിയുള്ളതാകുന്നു. അസ്മാദൃശാം പുനരഹർമുഖകൃത്യ തുല്യാം സൃഷ്ടിം കരോത്യനുദിനം സഭവത് പ്രസാദാത് പ്രാഗ്ബ്രാഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു സുപ്തപ്രബോധന സമാസ്തി തദാപി സൃഷ്ടി. ശ്ലോകം 4. പഞ്ചാശത് അബ്ധം അധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധം അതിവൃത്യ ഹി വർത്തത്തെ സൗ തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാത് ദിനാവതരണേ ച ഭവദ്വിലാസാൻ. അധുനാ അസൗ, ഭട്ടതിരി പറയാണ്, ഇപ്പോൾ ഈ ബ്രഹ്മാവ്, ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഈ കലിയുഗത്തിൽ ഈ ബ്രഹ്മാവ് സ്വവയോർധരൂപം, തൻ്റെ ആയുസ്സിന്റെ പകുതിയായ പഞ്ചാശത് അബ്ധം ഏകം പരാർദ്ധം, 50 കൊല്ലമാകുന്ന ഒരു പരാർദ്ധം സംവത്സരം അതിവൃത്യ വർത്തതേഹി, കടന്നു പോന്നിരിക്കുകയാണല്ലോ. അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് 100 വർഷത്തിൽ അതിൻ്റെ പകുതി 50 വർഷം 50 കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ്. ഭൂമൻ, അല്ലയോ ഭഗവാനെ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ, തത്ര അന്ത്യരാത്രി ജനിതാൻ, ബ്രാഹ്മാദി കൽപ്പങ്ങളിൽ അവസാന രാത്രിയിലുണ്ടായ ഭവത് വിലാസാൻ, അങ്ങയുടെ ലീലകളെയും പശ്ചാത് ദിനാവതരണേ ച കഥയാമി, അനന്തരം പാത്മകൽപ്പ ആരംഭത്തിലുള്ള അങ്ങയുടെ ലീലകളെയും ഞാനിതാ വർണ്ണിക്കുന്നു. ഈ ബ്രഹ്മാവ് തൻ്റെ ആയുസ്സിന്റെ പകുതിയായ 50 ബ്രഹ്മവർഷങ്ങൾ, അതായത് ഒരു പരാർത്ഥം പിന്നിട്ടു. ഈ പ്രഥമ പരാർത്ഥത്തിന്റെ അവസാന രാത്രിയിലും പിന്നത്തെ പരാർത്ഥത്തിന്റെ ആദ്യ കൽപ്പ ആരംഭത്തിലെ പ്രഭാതത്തിലുമായി സംഭവിച്ച അങ്ങയുടെ ലീലാവിനോദങ്ങളെ ഞാനിവിടെ വർണ്ണിക്കാം എന്നാണ് ഭട്ടതിരി പറയുന്നത്. പഞ്ചാശദബ്ധമധുനാ സ്വവയോർധരൂപം ഏകം പരാർദ്ധമതിവൃത്യ ഹി വർത്തത്തെ സൗ തത്രാന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. ശ്ലോകം 5. ദിനാവസാനേ അഥ സരോജയോനിഃ സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വത് ജഠരം സമീയുഃ തദാ ഇദം ഏകാർണവമാസ വിശ്വം, തദേതമേകാർണവമാസ വിശ്വം. അഥ സരോജയോനിഃ, അനന്തരം ബ്രഹ്മാവ് ദിനാവസാനെ, കൽപ്പാവസാനത്തിൽ
സുഷുപ്തികാമഃ ത്വയി സന്നിലില്യേ. സുഷുപ്തികാമഃ ഉറങ്ങാൻ ആഗ്രഹിച്ച് ഭഗവാനെ അങ്ങയിൽ സന്നിലില്യേ ലയിച്ചു. ജഗന്തി ത്വജ്ജഠരം സമീയുഹു ച. ലോകങ്ങൾ അവിടത്തെ ഉദരത്തിൽ വന്ന് ലയിക്കുകയും ചെയ്തു. തഥാ ഇദം വിശ്വം. അപ്പോൾ ഈ ഭുവനം ഒരു മഹാസമുദ്രമായിട്ട് തീർന്നു. ദിനാവസാനത്തിൽ ഉറങ്ങുവാനായി താൽപര്യപ്പെട്ട ബ്രഹ്മാവ് അങ്ങയിൽ ലയിച്ചുറങ്ങി. അപ്പോൾ ബ്രഹ്മസൃഷ്ടങ്ങളായ സർവചരാചരങ്ങളും അങ്ങയുടെ ഉദരദേശത്തെ പ്രാപിച്ചു. പ്രപഞ്ചം മുഴുവൻ ജലം മാത്രമായിട്ട് അവശേഷിച്ചു. ദിനാവസാനേഥ സരോജയോനിഹി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ. ജഗന്തി ച ത്വജ്ജഠരം സമീയുഹു തദേതമേകാർണവമാസ വിശ്വം. ശ്ലോകം 6. തവ ഏവ വേഷേ ഫണിരാജി ശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഭുവനേ, അങ്ങനെ ഈ ലോകം ജലൈകശേഷേ ഒരു സമുദ്രമായി തീർന്നപ്പോൾ തവ ഏവ വേഷേ ഭഗവാനെ അങ്ങയുടെ തന്നെ രൂപാന്തരവും ഫണിരാജി ശേഷേ നാഗരാജാവും ആയ ശേഷനിൽ ത്വം അവിടുന്ന് ആനന്ദ സാന്ദ്രാനുഭവ സ്വരൂപ ആനന്ദ ഘനാനുഭൂതി രൂപനായിട്ട് സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ ശേഷേ സ്മ. തൻ്റെ യോഗനിദ്രയാൽ ആദിശേഷനിൽ പള്ളി കൊണ്ടു. ഭഗവാനും ആദിശേഷനിൽ ഭഗവാനും ശയിച്ചു എന്ന് പറയാണ്. ലോകം എങ്ങും ജലം മാത്രമായിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാനെ അങ്ങാകട്ടെ അങ്ങയുടെ തന്നെ സ്വരൂപഭേദമാകുന്ന ആദിശേഷനിൽ സച്ചിദാനന്ദ സ്വരൂപിയായി സ്വന്തം സ്വരൂപധ്യാനമാകുന്ന നിദ്രയിൽ ലയിച്ചു. തവൈവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേ സ്മശേഷേ ആനന്ദസാന്ദ്രാനുഭവസ്വരൂപഃ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ശ്ലോകം 7. കാലാഖ്യശക്തിം പ്രളയാവസാനെ പ്രബോധയേത്യാദിശതാ കിലാദൗ. പ്രബോധയ ഇതി ആദിശതാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്ത ശക്തിവ്രജേന തത്ര അഖില ജീവധാംന. തത്ര ആദൗ, തത്ര ആ പ്രളയ ആരംഭത്തിൽ, തത്ര ആദൗ പരിസുപ്ത ശക്തിവ്രജേന തന്നിൽ ലയം പ്രാപിച്ച മൂലപ്രകൃതി മുതലായ ശക്തികളോടുകൂടിയവനും അഖില ജീവധാംന എല്ലാ ജീവജാലങ്ങൾക്കും ആശ്രയമായവനും ആയ ത്വയാ അവിടുന്ന് പ്രളയാവസാനത്തിൽ പ്രബോധയ ഇതി എന്നെ ഉണർത്തുക എന്ന് കാലാഖ്യശക്തി കാലമാകുന്ന ആദിശക്തിയോട് ആദിശത ആജ്ഞാപിക്കുന്നവനായിട്ട് പ്രസുപ്തം കില നിദ്രയിലാണ്ടുവല്ലോ. പ്രളയാരംഭത്തിൽ തന്നിൽ ലയിക്കപ്പെട്ട മൂലപ്രകൃതി മഹദഹങ്കാര സമൂഹത്തോടുകൂടി സമസ്ത ജീവകോടികൾക്ക് വളരെ കാലം വിശ്രമസ്ഥാനഭൂതനായിട്ടിരിക്കുന്ന അങ്ങ്
ചതുർയുഗ സഹസ്രലക്ഷണയായിരിക്കുന്ന രാത്രിയുടെ അവസാനത്തിൽ നീ എന്നെ ഉണർത്തിയാലും എന്ന് കാലം എന്നു പേരുള്ള ആ കാലശക്തിയോട് ആജ്ഞാപിച്ചിട്ട് നിദ്രയെ പ്രാപിച്ചു. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാഖിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാംനാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.